മറയൂരിലെ ജനവാസ മേഖലയിൽ വീണ്ടും ഭീതി പടർത്തി പടയപ്പ എന്ന കാട്ടാന വന്നു എന്നും വാർത്തയുണ്ട്. നമുക്കൊപ്പം ലാൽകൃഷ്ണൻ ചേരുകയാണ്. ലാൽകൃഷ്ണൻ, ഈ പടയപ്പയാണോ ഈ നടന്നു വരുന്നത്? ഈ പടയപ്പ ഇപ്പം എല്ലാവർക്കും പരിചിതനായ കാട്ടാനയാണ്. ഇന്ന് അവൻ അക്രമമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് വിശ്വസിക്കുന്നു. വിവരങ്ങൾ സാധാരണഗതിയിൽ ആളുകളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം പടയപ്പയ്ക്ക് ഇല്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് പടയപ്പയുടെ ഒരു ശീലം തന്നെയാണ്. അത് ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയ ആന ആദ്യ ഭാഗ സമയത്ത് തന്നെ ആ ലയങ്ങളിലേക്കാണ് പോയത്. അവിടെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച പുല്ലരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുല്ല് മുഴുവൻ പടയപ്പ കഴിച്ചു തീർത്തു. പിന്നീട് പരാക്രമത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് റോട്ടിലേക്കാണ്. റോട്ടിലേറെ നേരം നിലയുറപ്പിച്ച ശേഷം വീണ്ടും തേയിലത്തോട്ടത്തിലേക്ക് പോയി. ആളുകളെ വിരട്ടി ഓടിപ്പിക്കുന്നതിൽ ഒരു ഹരം കൂടി കാണുന്നുണ്ട് ഈയിടെയായിട്ട് പടയപ്പ. അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികൾക്ക് തോട്ടത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് പടയപ്പ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. അവിടെ നിന്ന് മാറിപ്പോകാൻ തയ്യാറാകുന്നില്ല. RRT സംഘം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനവാസ മേഖലയിലെത്തിയ പടയപ്പയ്ക്ക് അത് തിരിച്ചു പോകാൻ തോന്നലില്ല. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എത്തിയ സഞ്ചാരികളടക്കം പടയപ്പയെ കണ്ട് ഭയന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും പടയപ്പയുടെ വിഹാരം തുടരുന്നുണ്ട്. 2-3 ദിവസമായിട്ട് മറയൂരിൻ്റെ ചെകുവര ഭാഗത്തെല്ലാം ഈ പടയപ്പയുടെ വിളയാട്ടമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആന ഇതുവരെ കാട്ടിലേക്ക് കയറാനോ മറ്റു കാര്യത്തിനോ തയ്യാറായിട്ടില്ല. വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ പടയപ്പയെ കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഭീതിയും പൊതുവെ പുറത്തുനിന്ന് എത്തുന്നവർക്കുണ്ടാകുന്ന ഒരു ആരാധനയും കൂടി കാണുമ്പോൾ അവിടെയുള്ള ആളുകൾക്കും കൂടി അതൊരു ഹരം കിട്ടുന്നുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് ഭയമാണ്.